ഗുഡ് ഈവനിങ്. ക്ലാസ് തുടങ്ങിയാലോ? അറ്റൻഡൻസ് വായിക്കാം. ക്ലാസ്സിലില്ലാത്തവര് ക്ലാസ്സിൽ ഞാൻ പേര് വിളിക്കാത്തവരാരെങ്കിലും ക്ലാസ്സിലുണ്ടെങ്കിൽ പറയണം. അഭിലാഷ്, സതീശൻ, രതീഷ്, ഫൈസൽ, അരുൺകുമാർ, റിയാസ്, ഷീന, ഷഫാനത്ത്, ബാബുമോൻ, നൌഷാദ്, ആതിര, സോഫിയ, വാസിൽ. ഇതല്ലാതെ വേറെ ആരെങ്കിലും ക്ലാസ്സിലുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സയൻസ് പോർഷനിലെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാ. എന്താ? 14 pound is equal to dash Newton. 14 pound is equal to dash Newton. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാ. എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 14 pound is equal to dash Newton അല്ലേ? അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്? ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? 1 pound is equal to 4.448 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? 1 pound is equal to 4.448 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതണം? 1 pound is equal to പറഞ്ഞേ 4.448 ന്യൂട്ടൺ. റെസ്പോണ്ട് ഇല്ലല്ലോ ആർക്കും. 1 pound എത്രയാ? എത്ര ന്യൂട്ടനാ? പറയൂ. രതീഷ്, 1 pound is equal to സതീശൻ, നിങ്ങൾക്ക് ആർക്കും ക്ലാസ് കേൾക്കുന്നില്ല? ഹലോ 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 കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഇത്ര നേരമായിട്ടും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പ്രോബ്ലം പറഞ്ഞു തുടങ്ങിയിട്ട് നിങ്ങൾ എന്താ പറയാതിരുന്ന? വോയിസ് ഇല്ലാത്ത കാര്യം.
അത് കൊള്ളാലോ. അപ്പൊ ഇനി അങ്ങനെ എടുത്താ മതിയോ ക്ലാസ്? അപ്പൊ നിങ്ങൾ പറയണ്ടേ വോയിസ് കേൾക്കുന്നില്ലാന്ന്? ഞാൻ വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ റിപ്ലൈ ഇല്ല ആൾക്കും. ഞാൻ പല പേരുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ആരും റിപ്ലൈ തരുന്നില്ല. ഞാനിവിടെ കിടന്ന് വായിലെ വെള്ളം വെച്ചിട്ട് പ്രോബ്ലം പറയാ. ആ അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. അറ്റൻഡൻസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി വിളിക്കണോ? അറ്റൻഡൻസ് വിളിച്ചതിന് ശേഷമാണ് മനോജും സനിമോനും കേറി വന്നത്. ഒന്നുകൂടി വിളിക്കണോ? വിളിക്കാം. അഭിലാഷ്, സതീശൻ, രതീഷ്, ഫൈസൽ, അരുൺകുമാർ, റിയാസ്, ഷീന, ഷഫാനത്ത്, ബാബുമോൻ, നൌഷാദ്, ആതിര, സോഫിയ, വാസിൽ, മനോജ്, സനിമോൻ. ഓക്കെ ഓക്കെ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എന്താ ഫസ്റ്റ് പ്രോബ്ലം വന്നിട്ടുള്ള? സയൻസിലെ നമ്മള് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലം തന്നിരുന്നു, അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. 14 pound is equal to dash ന്യൂട്ടൺ. നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. 14 പൗണ്ട് ഇല്ല, ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഞാൻ തന്നതാ. 14 pound is equal to dash ന്യൂട്ടൺ. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1 pound is equal to 4.448 ന്യൂട്ടൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ 14 pound എന്തായിരിക്കും? 14 into 4.448 എത്ര വരും ആൻസർ? 52 ആണോ? 62.272. ഓക്കെ, ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? അടുത്ത പ്രോബ്ലം നോക്കാം. എന്താ അടുത്ത പ്രോബ്ലം? 15 Newton is equal to dash dyne. The dyne. ഈ ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നോട്ട് ചെയ്തോ, യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്? ഈ ഡൈൻ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ്. എന്ന് വെച്ചാ സെന്റിമീറ്റർ ഗ്രാം പെർ സെക്കൻഡ്. സെന്റിമീറ്റർ ഗ്രാം പെർ സെക്കൻഡ്. അതിനാണ് എന്ത് പറയുന്നത്? ഡൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്ദുള്ള കുട്ടി ഇപ്പൊ വന്നിട്ടുള്ളല്ലോ. എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. ഡൈൻ എന്ത് പറയാം? സെന്റിമീറ്റർ ഗ്രാം പെർ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? പ്രോബ്ലം ചെയ്യാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മള് ഈ ഫോഴ്സ് ഇല്ലേ, ഫോഴ്സിന് ഒരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതുപോലെ
വേറൊരു യൂണിറ്റ് ആണ് എന്ത്? സെന്റിമീറ്റർ ഗ്രാം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ സെക്കൻഡിലൊക്കെ വരുന്ന ഫോഴ്സ് ഇല്ലേ, ഇത്ര സെക്കൻഡില് പറയുമ്പോ ഇത്ര സെക്കൻഡില് ഇത്രത്തോളം ഫോഴ്സ് ഉണ്ടായി, അങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇതിന് മാത്രമാണ് എന്ത് പറയാ? സെന്റിമീറ്റർ ഗ്രാം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞത് എടുക്കുക. നോർമലി നമ്മൾ ന്യൂട്ടണിലാണ് പറയാ. ഓക്കെ ഓക്കെ നോക്ക, 15 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു ഡാഷ് 10. ഓക്കെ, ഈ ന്യൂട്ടണിലൊക്കെ ഉള്ള ഫോഴ്സിനെ നമ്മൾ ഇത്ര സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യില്ലേ, അപ്പോഴൊക്കെയാണ് ഈ ഡൈനിലേക്ക് ആക്കാനൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഇതിന്റെ ഒരു കൺവേർഷൻ മാത്രം എങ്ങനെ ആക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? 15 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. 10⁵5 ഡൈൻ. ഇതെന്താ 10⁵5 എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ്? 10നെ 5 ടൈംസ് കൊണ്ട് കുടിക്കുമ്പോ എന്ത് കിട്ടും? എത്ര വരും? അല്ല, ബാക്കി പറ, എത്ര പൂജ്യം വരും പറ. 5 പൂജ്യം, കാരണം റേസ് ടു 5 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, വിടാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്താ 10⁵5 ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? ഇല്ല, 1 ലാക്ക്. ഓക്കെ, 1 ലാക്ക് ആണ് വരുന്നത്. ക്ലിയർ? അപ്പോ 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵5 ഡൈൻ ആണെങ്കിൽ 15 ന്യൂട്ടൺ എത്ര വരും? 15 ഇൻറ്റു 10⁵5 ഇപ്പൊ എത്ര വരും? 15 ലാക്ക്. എത്ര പൂജ്യം വരും? ഓക്കെ, ക്ലിയർ അല്ലേ? 15 ഡൈൻ. ക്ലിയർ? അപ്പൊ ഏത് ന്യൂട്ടൺ ചോദിച്ചാലും ഡൈനിലേക്ക് ആക്കിക്കൂടെ? ഇതിപ്പോ 25 ആണെങ്കിലും 25 ഇൻറ്റു 10⁵5 എന്ന് എഴുതിയാൽ മതി. പറ്റുകയാണെങ്കിൽ അത് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് എഴുതാം. ഒന്നും ചെയ്യാനില്ലല്ലോ, കൂടെ ഒരു 5 പൂജ്യം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പ്രോബ്ലം എഴുതിയെടുക്കുക. നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന, ഈ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരായിട്ട് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ? വീണ്ടും വോയിസ് കട്ടായി. അല്ല, ബാക്കി ആരും ക്ലാസ്സിൽ കയറുന്നതായിട്ട് കാണാനില്ല, നിങ്ങൾ ചോദിക്കാറില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറുന്ന ആൾക്കാർ മാത്രമായിട്ടാണോ കോണ്ടാക്ട് ഉള്ളത്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കോണ്ടാക്ട് ചെയ്യേ, എന്താ ക്ലാസ്സിൽ കയറാത്തെ, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. അപ്പൊ കുറച്ചും കൂടിയും നിങ്ങളായിട്ട് കമ്മിറ്റഡ് ആവുമ്പോ ചിലപ്പോ ക്ലാസ്സിൽ കയറാനുള്ള ഉത്സാഹമൊക്കെ വരും. അത്രയ്ക്ക് വിഷമമൊന്നും വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. മാഡം, അതിന് വേണ്ടിട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസിന് മാത്രമായിട്ട്, എന്നാലേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. ഇത് ക്ലാസ്സും നോട്ട്സും ഒക്കെ വരുന്ന ഇതില് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോ, അത് നിങ്ങളായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾക്ക് അറിയില്ല ആരൊക്കെ ഉള്ളത് എന്നുള്ളത്. 30 പേരുണ്ട് എന്ന് പറയുന്നത്, പക്ഷെ എല്ലാവരും കൂടി നമുക്ക് അറിയില്ലല്ലോ. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. നമ്മുടെ
സിവിലിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. നമ്മള് ഇവിടെ വരുന്നവരെ കാണുന്നുള്ളൂ, ആ മറ്റുള്ളവരെ അറിയുന്നില്ല. നമ്മളന്ന് വന്നവരെ പിന്നെ ഇവിടെ കാണുന്നവരെ കുറിച്ച് അറിയുന്നുള്ളൂ. 30 പേരുണ്ടെന്ന് പറയുന്നെങ്കിലും എല്ലാവരെയും ഇതിനകത്ത് കണക്ഷൻ ഗ്രൂപ്പിലുള്ള നമ്പറുള്ള എല്ലാവരും ഇതിലുള്ളതാണ്. ഓക്കെ 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 ശരി, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം, മൂന്നാമത്തെ പ്രോബ്ലം എന്താ? കൺവേർട്ട് 8 HP ഇൻറ്റു കിലോ വാട്ട്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ മുന്നേ? 8 HP is equal to 8 HP നെ എന്തിലേക്ക് ആക്കാനാ പറഞ്ഞിട്ടുള്ളേ? കിലോ വാട്ട്. 8 HP is equal to ഡാഷ് കിലോ വാട്ട് അല്ലേ? അപ്പൊ ഏത് ചെയ്യാ? 1 HP എത്ര? 1 HP എത്രയാണെന്ന് നോക്കാം. 1 HP is equal to 7.34. അതായത് 746 വാട്ട് ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? 0.746 കിലോവാട്ട്. ഈക്വൽ ടു 0.746 കിലോ വാട്ട്. അപ്പൊ 8 HP എത്രയായിരിക്കും? നമുക്ക് വാട്ടിലേക്ക് ആക്കാനാണെങ്കിൽ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോ വാട്ടിലേക്ക് ആക്കണമെങ്കിൽ ഈ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് വരും? 8 ഇൻറ്റു 0.746 എത്ര വാല്യൂ വരുന്നേ? എത്ര വരുന്നേ? കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയൂ. 5.968 കിലോ വാട്ട്. ഓക്കെ, എളുപ്പല്ലേ? നമുക്ക് വാട്ടിലേക്കാണ് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ 8 ആണെങ്കിൽ 8 ഇൻറ്റു 746 ചെയ്യണം. കിലോ വാട്ട് ഇതാവുമ്പോ വാട്ട് കിട്ടും. കിലോ വാട്ടിലേക്ക് ആവുമ്പോ 0.746 കിലോ വാട്ട് ആവും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ, പ്രോബ്ലം എഴുതിയെടുക്കാം. അടുത്ത പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 1026 വാട്ട് ഇൻറ്റു HP. അതായത് നമ്മൾ ഇപ്പൊ ചെയ്ത വാട്ടിന് എന്താക്കണം? HP-യിലേക്ക് ആക്കണം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാ. എന്താ വന്നേ? 1026 വാട്ടിന് HP-യിലേക്ക് ആക്കണം. ഇപ്പൊ എന്താ ചെയ്യാ? നമ്മളിവിടെ വാട്ട് എത്ര വരിക? 746 വാട്ട് is equal to 1 HP അല്ലേ? 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 1 പോയിന്റോ? അപ്പോ 1026 വാട്ട് എത്രയായിരിക്കും? 1026 ഡിവൈഡഡ് ബൈ 0.7 പറയരുത്. നമുക്ക് വാട്ടിലേക്കാണ് ആക്കാനുള്ളത്, കിലോ വാട്ടിലേക്കല്ല. വാട്ടിലേക്ക് ആക്കുമ്പോ വാട്ടിലുള്ള വാല്യൂ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, തെറ്റിക്കരുത്. വാട്ടിലേക്കാണ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വാട്ട് എത്രയാ? 746 വരുന്നത്. കിലോ വാട്ടിലേക്കാണ്. അതായത് നമുക്ക് ഇതിന് കിലോ വാട്ടിലുള്ള വാല്യൂ ആയിട്ടാ തന്നേന്ന് വിചാരിക്കുക. അതായത് കിലോ വാട്ടിലുള്ള വാല്യൂ ഇതിപ്പോ ഇവിടെ കിലോ വാട്ടാ തന്നേന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 0.746 കൊണ്ട്
ഡിവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ വാട്ടിനെയാണ് എന്താക്കാൻ പറഞ്ഞേക്കണേ, HP ആക്കാൻ പറഞ്ഞേക്കണേ, കിലോ വാട്ടിനെ അല്ല. ക്ലിയർ ആയോ? എത്ര വരും ആൻസർ? 1026 ഡിവൈഡഡ് ബൈ 746, 1.375 HP. ഒരു HP-നെക്കാട്ടും കുറച്ചും കൂടി കൂടുതലുണ്ട്. 1.5 HP ആയിട്ടുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. എന്താ അടുത്ത പ്രോബ്ലം വരുന്നത്? 1 HP is equal to dash kilogram meter per second. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാ. എന്താ ക്വസ്റ്റ്യൻ? 1 HP is equal to dash kilogram meter per second. ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. 1 HP എത്ര കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോട്ട് ചെയ്തോ. 1 HP is equal to 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. HP വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. HP-നെ വാട്ടിലേക്ക് ആക്കാനും കിലോ വാട്ടിലേക്ക് ആക്കാനും, അതുപോലെ തന്നെ HP-നെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിലാക്കാനും. ഓക്കെ, 2 HP is equal to പറഞ്ഞേ ഡാഷ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരുമ്പോ എന്ത് വരും? 1 HP is equal to 75 kilogram meter per second. 2 HP is equal to 2 into 75, 150 kilogram meter per second. സെക്കൻഡിന് S മാത്രം ഇട്ടാലും മതി കേട്ടോ, നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, പ്രോബ്ലം നോട്ട് ചെയ്യും. എന്താ പൈസ? പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരല്ലേ, ചിലപ്പോ അവിടെ ഇവിടേക്ക് മഴ ഉണ്ടാവും. അപ്പോ അടുത്ത പ്രോബ്ലം നോക്കാം. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 1 HP is equal to 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 550 കലോറി ഇൻറ്റു ജൂൾ. 510 കലോറിനെ ജൂളിലേക്ക് ആക്കാനാ തന്നിട്ടുള്ളത്. 550, 150 അല്ല, 550.
ചൂളോ ജൂള് നമ്മുടെ വർക്കിന്റെ പ്രവൃത്തിയൊക്കെ ഇല്ലേ, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരില്ല ഇതിന്ന്, വൺ വേർഡ് മാത്രമേ വരുള്ളൂ ഈ ഇതിന്ന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ച് നോട്ടും ഒരു 2-3 വൺ വേർഡും ഉണ്ടാവും ഈ യൂണിറ്റിൽ. അതൊക്കെ സിലബസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്നുകൂടി അയച്ചു തരാം ഗ്രൂപ്പിൽ. ഇപ്പൊ നോക്കാം. എന്താ നോക്കാം, എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? 550 -2. അപ്പൊ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? 1 കലോറി എത്ര ജൂളാണ് അറിയോ ആർക്കെങ്കിലും? 4.2 ജൂൾ. 4.2 ജൂൾ. അപ്പോ 550 എത്രയായിരിക്കും? പറഞ്ഞേ. 550 into 4.2. ഓക്കെ, എത്ര വരും ആൻസർ? 2310. ആ 10 ജൂൾ. 2310. ഓക്കെ, 2310. 1 calorie is equal to 4.2 joule. So 550 calories is equal to joule. J. $550 into 4.2 equal to 2310 joule. എക്സാമിനർ ആരായിരിക്കും? എന്താ എക്സാമിനർ ആരായിരിക്കും? പിന്നെ ഇതില് ഇപ്പൊ എടുക്കുന്ന ഇതേ തന്നെയായിരിക്കും ചോദിക്കുക, വേറെ ചോദിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. മാർക്കാണ്. അതായത് നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ഇല്ലേ, ഇപ്പോ 550 ചോദിക്കുന്നുണ്ടെങ്കിൽ ആ 550 തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അത്രയ്ക്ക് എളുപ്പമാണ്. അടുത്ത പ്രോബ്ലം നോക്കിയാലോ? 7 സെവൻത് ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യൂ. 15 kilowatt-hour is equal to dash joule. ഓക്കെ, എന്താണ് എനർജി? എനർജി യൂണിറ്റ്സ് ആണ്. ഓക്കെ, കിലോവാട്ട്-അവർ, ജൂള്, കലോറി ഒക്കെ നോക്കാം. 15 kilowatt-hour is equal to dash joule. അപ്പോ 1 kilowatt-hour is equal to എത്ര ജൂളാന്ന് നമുക്കറിയണം. എത്ര ജൂളാ?
3.6 into 10⁻⁶ ജൂൾ. എത്ര വരുന്നേ? 1 kWh is equal to 3.6 into 10⁻⁶ joule. Okay. അപ്പോ 15 kWh എന്തായിരിക്കും? 15 into 3.6 into 10⁻⁶. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് 15 into 3.6 ഒക്കെ ആണെങ്കിൽ ചെയ്യാം അല്ലെ? അതിന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? ഇൻറ്റു 10⁻⁶ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 15 into 3.6 ചെയ്യാ. എത്ര കിട്ടും? ആൻസർ പറഞ്ഞേ. 54 into 10⁻⁶ എന്ന് എഴുതിയാൽ മതി. ഓക്കെ. 15 into 3.6 into 10⁻⁶ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 15 into 3.6 ചെയ്യാ. ആ കിട്ടിയ ആൻസറിന്റെ ഒപ്പം എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁶ ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? ആൻസർ എന്ത് വരും അപ്പോ? 15 into 3.6 ചെയ്യുമ്പോ 54 വരും. അപ്പൊ ആൻസർ എന്താ? 54 into 10⁻⁶ ജൂൾ. 10⁻⁶ വാല്യൂ എത്ര വരിക? 10 lakhs. 10 lakh ആണോ വരിക? 1 CR വരൂലേ? 10 കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് 0 ആണ് വരുന്നത്. 1 CR വരും. ഓക്കെ. ഇല്ലല്ലോ, 10 lakhs അല്ലേ വരുള്ളൂ. 10 lakh ഓരോ 10⁻⁶ ചെയ്ത് നോക്കിയോ കാൽക്കുലേറ്ററിൽ? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 lakh ആണ്. 10 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വരുന്നുണ്ട്? 6 0 വരുന്നില്ലേ? അപ്പൊ എങ്ങനെ? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ. 10 lakhs ആ. 1 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് 0 വരുന്നുണ്ട്? 1 കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് 0 അല്ലേ? ഞാൻ പറയുന്നത് 10 കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് 0 ആണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. 1 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് 0 ഉണ്ട്? 6 0. 1 കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് 0 വരുന്നുണ്ട്. 1 കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് വരുന്നുണ്ട്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ നിങ്ങള്. 10,000 ലക്ഷം 10 ലക്ഷം കോടി 7 0 വരുന്നില്ല ടോട്ടല്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ. 10 lakhs 10,000 ലക്ഷം 6 ലക്ഷം കോടി. 6 വട്ടം 10 ലക്ഷം അല്ലേ? 1 കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ് 0 ആണ് വരുന്നതെന്ന് വെച്ചാൽ എത്ര വരും? 10 lakhs വരും. 6 ഡിജിറ്റ് 0 ആണ് വരുന്നുണ്ടെങ്കിൽ 10 lakhs ആണ് വരിക. 7 ഡിജിറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും? 1 CR വരും. അതെ. 7 0 6 0 വരാ. ഇപ്പൊ 10 സ്ക്വയർ നമുക്ക് പറഞ്ഞാൽ മാഡം 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ? ഓക്കെ. 10 സ്ക്വയർ ഡൗട്ട്സ് ഉള്ളവരൊന്ന് കാൽക്കുലേറ്റർ റിയാസ് ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ. റിയാസ് ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കൂ. 10⁻⁶ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 0 എന്നാണ് അർത്ഥമുള്ളൂ. അത് ഒന്നിന്റെ കൂടെ 6 0 എന്ന് അർത്ഥമുള്ളൂ.
നിങ്ങൾ 10ന്റെ കൂടെ 6 ആരോ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കൂടി കുഴപ്പിക്കണം. നോക്കിയേ 10 വരുമ്പോ 100. പിന്നെ ഡിജിറ്റ് 0. 10⁻³ വരുമ്പോ 100 × 10, അതായത് ഒരു പൂജ്യം കൂടി കൂടുതൽ വരും. 10⁻⁴ ചെയ്യുമ്പോ ഒരു പൂജ്യം കൂടി, അതായത് 1000 × 10 അല്ലേ, ഒരു പൂജ്യം കൂടി വരും. 10⁻⁵, അതായത് 10,000ന്റെ ഒപ്പം ഒരു പൂജ്യം കൂടി അല്ലേ. അപ്പോ 10⁻⁶ എന്ന് പറയുമ്പോ 10 lakhs വരും. ഓക്കെ, ജസ്റ്റ് അത് കാൽക്കുലേറ്ററിലൊന്നും ചെയ്ത് നോക്കിയാൽ മതി. 10⁻⁶ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? അതെ അതെ, ഞാൻ 10+6 ആണ് കൂട്ടുന്നത്. അപ്പൊ എത്ര വരും? 54 × 10⁻⁶. ഇത്ര എഴുതാനുള്ളൂ. 40 lakh വരും. എത്ര വരുന്നേ? 5 crore and 40 lakh. ജൂൾ. ഓക്കെ, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 54 × 10⁻⁶ ജൂൾ എഴുതിയാൽ മതി. ഇത് മറക്കാണ്ട് പഠിക്കണം. 1 kWh is equal to 3.6 × 10⁻⁶ ജൂൾ. അടുത്ത് നോക്കാം. അടുത്ത പ്രോബ്ലം എത്ര വരുന്നത്? കൺവേർട്ട് π/8 റേഡിയൻ ഇൻറ്റു ഡിഗ്രി. നമ്മള് പൈ റേഡിയനെ ഡിഗ്രി ആക്കിയിട്ട് കണക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. പൈ റേഡിയൻ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ വരിക? 180 ഡിഗ്രി ആന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ? π/8 റേഡിയൻ എത്ര വരും? എത്ര വരിക? ഇവിടെ പൈ റേഡിയൻ മാത്രല്ല, ഡിവൈഡഡ് ബൈ ഒരു 8 കൂടി ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 180 ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. എത്ര വരും ആൻസർ? 22.5 ഡിഗ്രി. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്ക് π/2 റേഡിയൻ ഒക്കെ ചോദിക്കാറുണ്ട്. π/4 റേഡിയൻ. ഓക്കെ, 2π റേഡിയൻ നമ്മൾ പറഞ്ഞത് 2π റേഡിയൻ പറഞ്ഞിട്ടുണ്ട്. പൈ റേഡിയൻ 180 ആണെങ്കിൽ, 180 ഡിഗ്രി ആണെങ്കിൽ 2π ആണെങ്കിൽ ഇവിടെ ഇൻറ്റു ആ അല്ലേ. അപ്പൊ നമ്മള് 180 × 2 ചെയ്തു, 360 ചെയ്തു. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് π/, ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 180 ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. 22.5 ഡിഗ്രി. ഓക്കെ, ക്ലിയർ അല്ലേ? π/2, π/4, π/8 ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എന്താ ക്വസ്റ്റ്യൻ? 3250 മെഗാ ഹെഡ്സ്. മെഗാ ഹെഡ്സ് എന്നാണ് വായിക്കുക. മെഗാ ഹെർട്സ്. HZ-നെയാണ് നമ്മൾ എന്ത് പറയാ? ഹെർട്സ്. എന്താ ഹെർട്സിന്റെ ഇത്? എന്തിനെ നമ്മൾ പറയാ? സൗണ്ട് അല്ലേ? 20 ഹെർട്സ് ടു 200 അല്ല 20,000 അത്രയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ അളവ്. പഠിച്ചിട്ടില്ലേ? ഹെർട്സ് അതായത് സൗണ്ടിന്റെ യൂണിറ്റ്, സൗണ്ട് വേവ്സിന്റെ. ഓക്കെ, അതിൽ എം ആഡ് ചെയ്യുമ്പോ എന്ത് പറയും? മെഗാ ഹെർട്സ്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഏതിലേക്കാ? ജി എന്താ? ജിഗ ഹെർട്സ്. മെഗാ ഹെർട്സിൽ നിന്ന് ജിഗാ ഹെർട്സിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്ക. MHZ-ഉം GHZ-ഉം, മെഗാ ഹെർട്സും ജിഗാ ഹെർട്സും. നോക്കാം. എത്രയാ പറഞ്ഞിട്ടുള്ളത്? 3250 മെഗാ ഹെർട്സിനെയാണ് എന്തിലേക്ക് ആക്കാൻ പറഞ്ഞേക്കണേ? ജിഗാ ഹെർട്സിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. മെഗാ ഹെർട്സ് ഇസ് ഈക്വൽ ടു 10⁶. അതാണ് വാല്യൂ. മെഗാ ഹെർട്സിന്റെ വാല്യൂ എത്രയാ? 10⁶ ആണ് വാല്യൂ. അതുപോലെ ജിഗാ ഹെർട്സിന്റെ വാല്യൂ നോക്കാം. 10⁹, അതായത് 6നെ തിരിച്ചിടുന്നു. ഓക്കെ, പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നതാണ്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ മീൻ ചെയ്യരുത്. മെഗാ ഹെർട്സ് 10⁶ ആണ്. ജിഗാ ഹെർട്സ് എന്താണ്? അതായത് ആ 6നെ നമ്മൾ തിരിച്ചിടുന്നു. 10⁹. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി കൺവേർഷൻ നമുക്ക് പഠിക്കാനല്ലേ. കൺവേർഷനിൽ എന്ത് നോക്കാം? 1 മെഗാ ഹെർട്സ് എത്ര ജിഗാ ഹെർട്സ് ആണെന്ന് അറിയണം അല്ലേ? 1 ഡിവൈഡഡ് ബൈ 1000 ജിഗാ ഹെർട്സ്. അതായത് 1 മെഗാ ഹെർട്സ് എന്ന് പറയുന്നത് 1/100 ജിഗാ ഹെർട്സ് ആണ്. 1/1000 100 എന്നാണോ ഞാൻ പറഞ്ഞേ? ഓക്കെ, സോറി കേട്ടോ. 1/1000 ജിഗാ ഹെർട്സ്. ഓക്കെ, അപ്പോ 3250 മെഗാ ഹെർട്സ് എത്ര ജിഗാ ഹെർട്സ് ആയിരിക്കും? 1/1000 ഇൻറ്റു 3250 അല്ലേ? 1 മെഗാ ഹെർട്സ് ഇസ് ഈക്വൽ ടു 1/1000 ജിഗാ ഹെർട്സ് ആണ് നമുക്കറിയാം. അപ്പോ 3250 മെഗാ ഹെർട്സ് എത്ര ജിഗാ ഹെർട്സ് ആണ്? 1/1000 ഇൻറ്റു 3250 എത്ര വരും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എത്ര വരും? 3.25 അല്ലേ? ജിഗാ ഹെർട്സ്. 3.25 ജിഗാ ഹെർട്സ്. ഓക്കെ,
ഫൈസൽ മ്യൂട്ടാക്കൂ. ക്ലിയർ അല്ലേ പ്രോബ്ലം? ഡൗട്ട്സ് ഉണ്ടോ ഇനി? ഡൗട്ട് മെഗാഹെർട്സ് ഈക്വൽ ടു 10⁻⁶ അത് ഒന്ന് വിശദാക്കോ. 10⁻⁶? നേരത്തെ പറഞ്ഞല്ലോ മെഗാഹെർട്സ്. ആ അത് വാല്യൂ ആണ് പറഞ്ഞു തന്നത്. ആ വാല്യൂ എന്താണ്? 10⁻⁶ എത്രയാ വരിക? അല്ല അത് എന്ത് യൂണിറ്റ് ആണെന്ന് ചോദിക്കാൻ. മെഗാഹെർട്സിന്റെ വാല്യൂ, മെഗാഹെർട്സിന്റെ വാല്യൂ ആണ് പറഞ്ഞ 10⁻⁶ എന്നുള്ളത്. അത് ഒന്നിലേക്കും കൺവേർട്ട് ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, ജിഗാഹെർട്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. 10 lakhs വരും. ആ മെഗാഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakhs ആണ്. ജിഗാഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 18890 വരും. അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടോ. ആ ചോദിക്കൂ. ഈ മെഗാഹെർട്സും ജിഗാഹെർട്സും അല്ലാതെ ശബ്ദം അളക്കാനായിട്ട് വേറെ ഹെഡ്സിലാണ് നോർമലി പറയാ, ഹേർട്സിലാണ് പറയാ. അതാണ് ഈ ഡൗട്ട്, മോളുടെ ഡൗട്ട് പുള്ളിക്ക് വന്നത് അതാണ്. ആ നമ്മള് സൗണ്ടിന്റെ പറയാ ഹേർട്സിലാണ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഹേർട്സിലാണ് നമ്മൾ പറയാ. അതായത് HZ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് 20 ഹെർട്സ് തൊട്ടുള്ള സൗണ്ടുകളാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഞാനത് കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല. 20,000 ആണ് തോന്നുന്നത്. മെഗാഹെർട്സ് എന്ന് പറയുന്നത് ഹെഡ്സിനെ ഒരു 6 ഡിജിറ്റ് 0 ഇട്ട് കഴിഞ്ഞാൽ മെഗാഹെർട്സിലേക്ക് അതെ, മാറ്റല്ലേ? അതാണ് ഡൗട്ട് ചോദിച്ചത്. അതാണ് മെഗാഹെർട്സിന്റെ വാല്യൂ, ഞാൻ അതാണെന്ന് പറഞ്ഞത്. 10⁻⁶ ഹെഡ്സ് ആണല്ലോ അത്. ആ ഹെഡ്സ്. സൗണ്ടിന്റെ ഡെസിബല് പറയും. ആ ഡെസിമലും പറയാറുണ്ട്. ഹെഡ്സോ ഡെസിബലോ വലുത്? നമ്മള് ഹെഡ്സിലാണ് പറയാ, നമ്മുടെ കേൾവിയുടെ പറയുമ്പോ ഹെഡ്സിലാണ് പറയാ. അല്ല, യൂണിറ്റിന്റെ കണക്കിൽ എടുത്താലേ ഹെഡ്സ് ആണോ ഡെസിബലാണോ വലുത്? ഹെഡ്സ് ആണ്. ഹെഡ്സ് ആണ്. ഏറ്റവും താഴെ തട്ടിലുള്ള യൂണിറ്റ് ഒക്കെ ആവുമ്പോൾ ഡെസിബൽ അല്ലേ? ആ എഴുതി കഴിഞ്ഞല്ലേ പ്രോബ്ലം? മാം ഈ ഏസിന്റെ ഒക്കെ പറയുന്നുണ്ടല്ലോ 50 ഹെർട്സ് എന്നൊക്കെ, 60 ഹെർട്സ്, 50 ഹെർട്സ് എന്നൊക്കെ. എന്താ അതായത് ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് 20 ഹേർട്സ് തൊട്ടാ. അതായത് അതിൽ താഴെ കേൾക്കുന്നത് ഈ എനിമൽസിനൊക്കെയാ. മനസ്സിലായോ? ഈ ചെറിയ ചെറിയ ഭൂമിക്കുലുക്കൊക്കെ പെട്ടെന്ന്, അതായത് അതിന്റെ വേവ്, സൗണ്ടിന്റെ വേവ് അല്ലേ? ആ അത് നമ്മളെ, അതായത് 20 ഹെർട്സിന് താഴെയാണെങ്കിൽ ചില മൃഗങ്ങൾക്കൊക്കെ അത് കേൾക്കാനുള്ള ശക്തിയുണ്ട്. മനസ്സിലായി? നമ്മൾക്ക് കേൾക്കുക എത്രയാ? 20 ഹെർട്സ് തൊട്ടാണ് നമ്മൾക്ക് കേൾക്കുക. ചോദിച്ചതിന്റെ ആ എന്തോ ചോദിച്ചു, അതാണ് ഞാൻ ഞാൻ ചോദിച്ചാ ഏസിക്കൊക്കെ 50 ഹെർട്സ് 60 ഹെർട്സ് എന്ന് പറയുന്നുണ്ട്. അത് അതിലൂടെ വരുന്ന വേർഡ്സിന്റെ ആയിരിക്കും. അല്ല മേഡം, ഈ വയനാടേ ആ ഭൂമികൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ഈ മൃഗങ്ങളൊന്നും ശരിക്കും മീൻസ് ഒരു നശിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അവർക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഓൾറെഡി കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം. ആ ഇങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് കേൾക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. ഈ റിയാക്ഷൻ പവർ എന്ന് കേട്ടിട്ടില്ലേ? റിയാക്ട് ചെയ്യാനായിട്ടുള്ളത് അത് ഏറ്റവും കൂടുതലുള്ളത് പൂച്ചയ്ക്കാണ്. ഇത്രയോ സെക്കൻഡ് പറയും, 0.01 സെക്കൻഡ് അല്ലേ? അതായത് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവർക്ക് അത്ര സെക്കൻഡ് കൊണ്ട് അതിനെ റിയാക്ട് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഈ പൂച്ചയും പാമ്പും തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോ പാമ്പിന് അത് കുറവാ. മനസ്സിലായോ? അതുപോലെയാണ് പാമ്പ് നമ്മളെ കടിക്കുമ്പോഴും ഉണ്ടാവുന്നത്. മനസ്സിലായോ? പാമ്പ് നമ്മളെ കടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിയാക്ടിങ് പവർ കുറവായിട്ടാണ് നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായോ? അതിനു മുമ്പ് പാമ്പ് നമ്മളെ കടിക്കുന്നതും.
അതുപോലെ തന്നെയാണ് ഈ ഹെർട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് സൗണ്ട് വേവ്സിന്റെ കാര്യം പറയാനാണെങ്കിലും എനിമൽസിന് അതിന് താഴെയുള്ള സൗണ്ട് വന്നാലും കേൾക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? വീണ്ടും വോയിസ് പോയോ? ആ, കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ആ, നമുക്ക് അപ്പൊ അടുത്ത പ്രോബ്ലം നോക്കാം. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രോബ്ലം നോക്കാം. കൺവേർട്ട് 12 feet into yard. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ഇല്ലേ? ഫീറ്റിനെ യാർഡിലേക്ക് ആക്കാൻ 12 feet into yard. അതെന്താ 3 feet ഈക്വൽ ടു, ഇതിനാണ് ഞാൻ പറഞ്ഞത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാം. 3 feet ആണ് എന്ത്? 1 യാർഡ്. അപ്പൊ 12 feet എത്ര യാർഡ് ആയിരിക്കും? 4. എത്രയാ പറയൂ? 4 യാർഡ്. മുമ്പ് എടുത്തിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് പെട്ടെന്ന് വിടുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്യാത്? 12 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. 25 മൈൽ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 25 മൈൽ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 24 മൈൽ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 24 മൈൽ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ എന്ന് പറയുമ്പോ 1 മൈൽ ഇസ് ഈക്വൽ ടു ചെയ്യണം ആദ്യം അല്ലെ? 1 മൈൽ ഇസ് ഈക്വൽ ടു എത്ര കിലോമീറ്ററാ? 1.609. ആ, അപ്പൊ 24 വരുമ്പോ എന്ത് വരും? 24 into 1.609 വരുമ്പോ എത്ര വരും? 38.616 കിലോമീറ്റർ. നമ്മളിത് മുന്നേ ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം അല്ലേ? ഓർമ്മ വരുന്നുണ്ട്. 38.616 കിലോമീറ്റർ. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാ. 10 micron is equal to dash mm. 10 micron is equal to dash mm. 10 micron is equal to dash mm. ഇതിലെന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്? 1 mm is equal to എത്ര മൈക്രോണാ വരിക? 1000 മൈക്രോൺ. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും? 10 മൈക്രോണിന്റെ പ്രോബ്ലം 10 മൈക്രോൺ is equal to പറയൂ. ഇൻറ്റു എങ്ങനെയാ വരിക? ടെൻ ഡിവൈഡഡ് ബൈ 1000 ആണ് വരിക അല്ലേ? അപ്പൊ എത്ര വരും ആൻസർ? 0. പറയ്. 0.01. 1 mm millimeter.
ആ